ഗൈസ്, ഞാൻ ഇപ്പോൾ എൻ്റെ സ്വന്തം നാടായ ധനുവച്ചൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും എന്താ റെയിൽവേയുടെ പണി നടക്കുന്നുണ്ട്. കണ്ടോ, ഇതൊരു ശരിക്കും ഇപ്പോൾ ഒരു കൊക്ക പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ട്രാക്ക് കാണുന്നുണ്ടോ? ആ ട്രാക്കിൻ്റെ ഏകദേശം ഈ ഒരു ഹൈറ്റ് ഇത് അതുവരെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഫുൾ അവർ ഇടിച്ച് മുഴുവനായിട്ട് താത്തു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു പ്രശ്നം ഇവിടെ നടന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇപ്പോൾ സൈഡിലുള്ള വീടുകൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചിച്ചൻ്റെ വീട് ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, മുകളിലാണ്. അപ്പോൾ നേരെ അവരെ വീടിൻ്റെ ഫ്രണ്ടിൽ നേരെ ഇടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീട് വരുന്നത് ഇത് കണ്ടായിരുന്നു, ഈ ഇടിഞ്ഞ് കിടക്കണം, ഇതാണ് സംഭവം. അപ്പോൾ വീട് വരുന്നത് ഇവിടെ ഈ ഇരിക്കുന്ന വീടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഫ്രണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും നേരെ ഇടിഞ്ഞ് കിടക്കണം. ഇത്രയും ഏകദേശം ആ ട്രാക്ക് വരെ ഈ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ലെവൽ. അപ്പോൾ ഇവിടെ നേരെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പം നേരെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുന്നത്. ഇതിൻ്റെ താഴെ നിന്നുള്ള വിഷ്വലൂടെ ഞാൻ കാണിച്ചു തരാം, എന്നാലേ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇടിഞ്ഞു വീഴുന്ന നേരെ മേളിലാണ് അവരുടെ വീട്. ശരിക്കും ഒരുപാട് വീടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം അവർക്കൊന്നും വേറെ വസ്തുവില്ല, അങ്ങനെ മാറിപ്പോകാൻ പറ്റാത്തതുകൊണ്ടൊക്കെയാണ് അവരിവിടെ തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഈ പണി വരുന്നതും വർക്കൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഉള്ളവർ കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, കാരണം ഈ വർക്ക് ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു സൈഡ് വാളോ എന്തെങ്കിലും കെട്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇടിഞ്ഞു പോകും. ഇപ്പോൾ കുഴിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഈ മണ്ണെല്ലാം ഇടിഞ്ഞു പോകാനാണ് സാധ്യത. അപ്പോൾ സൈഡ് വാളോ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഈ താമസക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാകും. അധികൃതപ്പെട്ട ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനൊരു പോം വഴി കാണണം കേട്ടോ. ഈ ഒരു ഇടിച്ച് കിടക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ നല്ലതാണ്, വികസനമൊക്കെ നല്ലതാണ്. അപ്പോൾ മണ്ണൊക്കെ ആകുമ്പോൾ ഇടിയും, അതുകൊണ്ട് ഈ സൈഡ് വാൾ കെട്ടുന്നത് നല്ലതായിരിക്കും.